എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ 4 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് തിരക്കാണ്, ഇപ്പോഴും തിരക്ക് തന്നെയാണ്. എങ്കിൽ തന്നെയും ഇനിയും നിങ്ങളിങ്ങനെ അയ്യോ ചേച്ചി അവിടെ പോയി എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേരിരിക്കും. തിരക്കാണെങ്കിലും അതിൻ്റെ ഇടയിൽ പഴയ ഒരു വീഡിയോ ഞാൻ ഇട്ടതാണ് കേട്ടോ. ഇത് ബുധനാഴ്ച 3-ാം തീയതിത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ സൺഡേ കുട്ടികളുടെ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വന്ന കമൻസ് കണ്ട് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. ഇപ്പോൾ മോളുടെ വീട്ടിലെ ആളുകളും ബന്ധുക്കളും എല്ലാവരും അത് വായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഫാമിലിയിലുള്ള ആളുകളും ആ കമൻസ് എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു തിരക്കുള്ള സമയത്തുകൊണ്ട് ഞാൻ റിപ്ലൈ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇതിലൂടെ പറയുന്നത് കേട്ടോ. ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രയും നിങ്ങൾ കുട്ടികളെ ബ്ലെസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. നിറഞ്ഞ മനസ്സോടുകൂടി സ്വന്തം വീട്ടിലെ മുൻ്റെ കല്യാണം എന്നുള്ള കണക്കിൽ നിങ്ങളെല്ലാവരും കമൻസും, അത് ഒരുപാട് കമൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആരെയും ഇങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, 2 ഫാമിലിക്കും തോന്നിയത്. സാറ്റ്ന സ്വപ്ന ചേച്ചിയുടെ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരുപാട് കമൻറ്റ് വന്നത്. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയാണെന്നേ പറയുള്ളൂ, പുറത്തുനിന്നൊരു കുട്ടിയാണെന്ന് പറയൂല. അങ്ങനെയുള്ള കുറേ നല്ല നല്ല കമൻറ്റുകളെല്ലാം. അപ്പോൾ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. കുട്ടികളെ നിങ്ങളെല്ലാവരും ബ്ലെസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നന്ദി. കമൻറ്റ് എഴുതാത്തവരും മനസ്സുകൊണ്ട് ഒരുപാട് കുട്ടികളെ ബ്ലെസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടെന്ന് എനിക്കറിയാം. കമൻറ്റ് എഴുതാത്ത ആളുകൾ, അവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അതേ ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, അന്ന് രാവിലെയൊക്കെ പുട്ട് തന്നെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടാകുന്നില്ല. പിന്നെ റിച്ചാന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ചിക്കൻ ഫ്രൈ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അവൻ ഇന്ന് മോര് ചാറും ചിക്കൻ ഫ്രൈയും ക്യാബേജ് തോരനുമാണ് പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ഞങ്ങൾക്ക് മീൻ കറി ഉണ്ട്. നേരത്തെ തലേദിവസത്തെ മീൻ കറി ഉണ്ട്. അതുകൊണ്ട് പപ്പ അത് വെച്ചിട്ട് അത് കഴിക്കും. പിന്നെ ക്യാബേജ് തോരനും ഉണ്ടല്ലോ, അപ്പോൾ അത് മതിയാവും. അപ്പം കൂടുതൽ പാചകങ്ങൾക്കുള്ള നേരമൊന്നും നമുക്കില്ല. ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഇത് ഗിൽഡ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗിൽഡയും ഞാനും കൂടി റിച്ചാർഡിനുമായിട്ട് ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം റോജർ വന്നിട്ട് അവനെയും റിച്ചാർഡിനെയും കൂടി കൊണ്ടുപോകാം. ഒന്നിച്ച് കൊണ്ടുപോയിട്ട് ഇവരുടെ ഈ സ്കിന്നെല്ലാം നോക്കിയിട്ട് വേണം ഫേഷ്യലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ പക്ഷേ റോജറിന് ഒരുപാട് വർക്കാണ് കേട്ടോ. റോജറിൻ്റെ കാര്യം ഭയങ്കര വിഷമമാണ്. കാരണം അവന് ലീവ് എടുക്കാൻ പറ്റില്ല. ഇപ്പം അവൻ ഈ ജനുവരിയിലല്ലേ പുതിയ കമ്പനിയിലേക്ക് കയറിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലീവില്ല, വർക്ക് ഫ്രം ഹോം തന്നെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവന് വർക്കിൻ്റേതായ സ്ട്രെസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച രാവിലെ എത്തുമെന്നവൻ, അതായത് ബുധനാഴ്ച രാത്രിയേ വണ്ടി കയറുള്ളൂ. അപ്പോൾ ഏതായാലും ഇനിയും കുറച്ച് ഇങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് നിന്നാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഏതായാലും ഞങ്ങൾ ബ്യൂട്ടീഷ്യനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. പിന്നെ റോജനാണെന്നുണ്ടെങ്കിൽ ഇപ്പം 39 ദിവസം ഓഫീസിൽ പോകണം. അപ്പോൾ നേരത്തെ 26 ദിവസമായിരുന്നു. അതായത് 90 ദിവസത്തിൽ 39 ദിവസം പോകണം. നേരത്തെ അത് 26 ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ റോജൻ്റെ അത് കണ്ടിന്യൂസ് ഡെയിലി ഓഫീസിൽ പോയി അതെല്ലാം ഒരു ഏകദേശം തീർത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് റോജർ നേരത്തെ വരാനൊന്നും പറ്റൂല. റോജർ വന്നിട്ടും കാര്യമില്ല, കാരണം ലീവില്ലാത്തതുകൊണ്ട് അവന് വർക്ക് ചെയ്ത് തന്നെ ഇരിക്കണം വീട്ടിൽ. അപ്പം നമ്മൾക്ക് വീട്ടിൽ ആളുണ്ടെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ കാര്യത്തിനൊന്നും റോജറിന് പോകാനൊന്നും പറ്റൂല. അപ്പോൾ ഏതായാലും അവിടെ തന്നെ നിന്നിട്ട് മാക്സിമം വർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ താമസിച്ച് വന്നത്. പിന്നെ നിങ്ങളെല്ലാവരും തന്നെ റൂബി കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടുണ്ടാകും. ഈ എൻഗേജ്മെൻറ്റ് ഡേയുടെ അന്ന് എങ്ങനെയാണ് റൂബി കുഞ്ഞ് ഒറ്റക്ക് നിന്നതെന്നുള്ളതല്ലേ. അപ്പോൾ സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ, അതായത് വീട്ടിൽ മറ്റുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും റൂബി വല്ലാത്ത ഓലിയിടലും കരച്ചിലും എല്ലാമായിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കഴുത്തിൻ്റെ ഈ താടിയുടെ താഴെ ഭാഗത്തേക്ക് നെഞ്ചു വരെ ഇങ്ങനെ നനഞ്ഞൊട്ടിയിരിക്കും. നിറയെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഒഴുകി കണ്ണുനീരും വായിൽ നിന്ന് വെള്ളം എല്ലാം കൂടി ഒഴുകി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. കരഞ്ഞ് ആകെ ഒരു ഭയങ്കര സങ്കടം തോന്നും നമ്മൾക്ക്. അവളെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നനഞ്ഞൊട്ടിയിരിക്കണ കാണുമ്പോൾ അവൾ അത്രയും കരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതിവിടെ വീട്ടിൽ ആൾ ഉണ്ട് എങ്കിൽ പോലും അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ ആദ്യമായിട്ടാണ് അവളിങ്ങനെ ഒറ്റയ്ക്കിട്ടിട്ട് കുറച്ചധികം നേരം നീങ്ങി നിൽക്കുന്നത്.
ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കുട്ടിയുടെ വീട്ടിലേക്കുള്ള ദൂരം. ഞാൻ പറഞ്ഞായിരുന്നല്ല, എൻ്റെ വീടിൻ്റെ സെയിം ഇടവക തന്നെയാണ് കുട്ടിയുടെയും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി വേഗം ഇങ്ങോട്ട് എത്താം, ട്രാവലിങ്ങിന് അധികം ടൈം വേണ്ട. എങ്കിൽ പോലും നമ്മൾ രാവിലെ ഒരു 11:30 മണിയൊക്കെ പോയിട്ട് പിന്നെ വരണത് ഏകദേശം ഒരു 4 മണി എന്തോ 4 മണി അത്ര ആയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ആ സമയം വരെയും റൂബി കുഞ്ഞ് ഒറ്റയ്ക്കായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു നനവും ശരീരത്തിൽ കണ്ടില്ല. അത് അവൾ കരഞ്ഞില്ലെന്നാണ് അർത്ഥം. ഇത്രയെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഭാഗം നിറയെ നനവുണ്ടായേനെ, ഒരു ഡ്രൈ ആയിട്ട് നിന്നിരുന്നു. അപ്പോൾ അങ്ങനെ അവൾക്ക് കുഴപ്പമില്ല. വീട്ടിൽ പിന്നെ ഇങ്ങനെ ക്യാമറ അകത്തില്ലാത്തത് കൊണ്ട് നമുക്കറിയാൻ സാധിച്ചില്ല ഇവൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. പുറത്താണ് നമ്മളുടെ വീട്ടിൽ ക്യാമറ ഉള്ളത്, അകത്ത് CCTV വെച്ചിട്ടില്ല, അപ്പോൾ കാണാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ നമ്മളുടെ വിവാഹത്തിൻ്റെ അന്നത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇതിപ്പം ഞങ്ങൾ മാത്രമായിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ പിന്നെ അവൾ ഓക്കെയാണ്, കുഴപ്പമില്ല. കല്യാണത്തിൻ്റെ അന്ന് പെൺകുട്ടിയുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകളും എല്ലാവരുമായിട്ടായിരിക്കുള്ളൂ നമ്മൾ വീട്ടിലേക്ക് കയറി വരിക, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് റൂബിക്ക് എല്ലാവരുടെയും കൂടി കാണുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഡേ കെയറിലാക്കേണ്ടി വരുമോ, ഡേ കെയറിലാക്കാൻ ഞങ്ങൾക്ക് പേടിയുമുണ്ട്. എന്തെങ്കിലും അവൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അവിടെ നിന്ന് എന്നൊക്കെയുള്ള ഒരു വിഷമത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. അതെങ്ങനെ നിൽക്കുന്നു ഞങ്ങൾ ഒന്നും ഉറപ്പിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചിലവരെല്ലാം ഇങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് നിന്ന് അവളെ നോക്കിക്കോളാം, ചേച്ചി സമാധാനമായിട്ട് കല്യാണത്തിന് പോയിക്കോ എന്നൊക്കെയുള്ള പല ആളുകളുടെയും കമൻസുകൾ പേഴ്സണലായിട്ടും ഞാൻ നോക്കിക്കോളാം, സ്വപ്ന പോയിക്കോ എന്നുള്ള രീതിക്കുള്ള ഒക്കെ മെസ്സേജുകളൊക്കെ വന്നെങ്കിലും അവൾക്ക് ആരുണ്ടെന്നുണ്ടെങ്കിലും അവൾക്ക് അറിയാം. ഞാൻ പറഞ്ഞില്ലേ, എന്നെ തന്നെ അവൾക്ക് കാണണം. അപ്പോൾ അതുകൊണ്ട് അതും നടപടിയല്ല. അപ്പോൾ ഈ വിശേഷങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാനെപ്പോഴും ചെയ്യുന്നതല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെങ്ങനെയായി ഇതെങ്ങനെയായി. കാരണം നിങ്ങളൊരു സ്വന്തം വീട്ടിലെ സംഭവം കാണുന്ന പോലെയുള്ള ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ചോറും കറികളും റൂബിക്കുള്ള ചിക്കനും എല്ലാം വെന്ത്. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ട് ഞാൻ ഫോണും പിടിച്ചിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങിയേക്കണേണ്. അപ്പോൾ എൻ്റെ ചെവിട്ടിലൊരു ഫോണുണ്ട്, കയ്യിലൊരു ഫോൺ വെച്ചിട്ട് ഞാൻ ഈ സീൻ എടുത്തതാണ്. കാരണം ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കുമില്ലേ ഈ ഒരു അപ്പൂപ്പൻ താടി പറന്ന് നടക്കണം. ഈ അപ്പൂപ്പൻ താടി എവിടെ നിന്നാണെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത് നമ്മളുടെ അടീനിയത്തിൻ്റെ വിത്തായിരുന്നു. അപ്പോൾ 2 കൊമ്പ് പോലെ ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലുള്ള ആ ഒരു വിത്ത് കാണിച്ചില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കൊമ്പ്, ഈ പൊട്ടിയേക്കണത് ഒരു കൊമ്പാണ്. അങ്ങനെ 3 കൊമ്പുകളാണ് അടീനിയത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഈ ഒരു കൊമ്പ് പാകമായി പൊട്ടി പറന്നു പോയതാണ് ഈ അപ്പൂപ്പൻ താടികൾ. നേരത്തെയും നമ്മൾ അടീനിയത്തിൻ്റെ വിത്ത് ഇങ്ങനെ വന്നിട്ട് അത് കണ്ടില്ല, പിന്നെ അത് ഇങ്ങനെ പറന്ന് പോയിട്ടുണ്ടാവും നമ്മൾ കാണാതെ. അപ്പോൾ അതെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്തവണ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ കണ്ണിൽ പെട്ട് മുറ്റത്ത് മുഴുവൻ ഇത് പറന്ന് നടക്കണം. അങ്ങനെ ഒറ്റെണ്ണത്തിനെ പോലും കളയാതെ ഞാൻ ഓടിച്ചിട്ട് എല്ലാത്തിനും പിടിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അടീനിയത്തിൻ്റെ വിത്ത് കാണാത്ത ആളുകളൊന്നും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചതാണ്. അങ്ങനെ അത് എടുത്ത് മാറ്റി വെച്ചേട്ടാ. പിന്നെ ദേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചൊരിയണ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഗിൽഡ സ്കൂട്ടറിലാണല്ലോ, അപ്പോൾ പുള്ളിക്കാരി റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത്. ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും മഴ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൂടെ കാറില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗിൽഡനെ വെയിറ്റ് ചെയ്ത് കാർ കൊണ്ട് ഞാനും റിച്ചാർഡും കൂടി പുറത്തുണ്ട്. അപ്പോൾ ഗിൽഡ വന്ന് റെയിൻകോട്ടൊക്കെ ഊരിയതാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ കയറി. അപ്പോൾ ഗ്ലാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി പാർലറിലാണ് റിച്ചാർഡിനെ റോജനെ കാണിക്കുന്നത്. യൂണിസെക്സ് ബ്യൂട്ടി പാർലറാണ്. പക്ഷേ ഞാൻ വേറെ സ്ഥലത്താണ് കേട്ടോ പോയത്. ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഗിൽഡയുടെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അവിടെ ഗിൽഡ തന്നെയാണ് എനിക്ക് റെഡിയാക്കി തന്നത്. ഞാൻ ഗിൽഡയും കൂടി അവിടെ പോയി നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ലേഡീസിൻ്റെ മാത്രമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലാംസിൽ വന്നിട്ടുണ്ട്. ഇത് ഗ്ലാംസിൻ്റെ ഓണർ ഡെയ്സിയാണ്. ഇപ്പോൾ ഈ കാണുന്ന ബ്യൂട്ടി പാർലർ പനയപ്പള്ളി എന്നുള്ള സ്ഥലത്താണ്. ഇനി ഇവരുടെ വേറെ ഇതിപ്പോൾ 2.5 വർഷത്തായിട്ടുള്ളൂ ഇവരുടെ ബ്രാഞ്ച് തുടങ്ങിയിട്ട്. 12 വർഷം മുന്നേ തുടങ്ങിയത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കൂവപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഈ പനയപ്പള്ളിയിൽ വന്നിട്ടാണ് ഫേഷ്യൽ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂവപ്പാടത്തെ ബ്യൂട്ടി പാർലറിലാണ് മേക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഡെയ്സി ആണെന്നുണ്ടെങ്കിലും വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. കാരണം നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചത് കറക്റ്റ് ചെയ്ത് വിടുന്ന ആ ഒരു
അതായത് റിച്ചാൻ്റെ മെയിനായിട്ടുള്ളത് ഹെയറിൻ്റെ ഒരു കുറവാണല്ലോ, തിൻ ഹെയറാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെയറാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, കാരണം ഇത്തിരി തിൻ ഹെയറാണ്. അപ്പോൾ അത് ഒന്നുകൊണ്ട് പേടിക്കണ്ട, നോർമലായിട്ട് ഒരു ഹെയർ എങ്ങനെ ഇരിക്കും അതുപോലെ സെറ്റ് ചെയ്ത് തരും, അതിൽ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അടിപൊളിയായിട്ട് അവനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമാണ് ഫേഷ്യലിന് വരാനുള്ളത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ റോജറും വരുമല്ലോ, അപ്പോൾ രണ്ടുപേരെയും കൂടിയിട്ട് ഫേഷ്യലിന് വിടാം എന്ന്. ശരിക്കും ഫേഷ്യൽ ചെയ്ത് എല്ലാം ഇത് നമ്മുടെ സ്കിന്നെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മേക്കപ്പ് ചെയ്യുമ്പോഴാണത് നന്നാകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കുട്ടികൾക്ക് രണ്ടാൾക്കും പിറ്റേ ദിവസം വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ മണിപ്പൂരി എന്നൊക്കെയുള്ള കുട്ടികളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ആ സ്റ്റാഫിനെയും കൂടി ഞാനൊന്ന് കാണിച്ചതാണ്. സംഭവം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരു മേക്കപ്പും എല്ലാ കാര്യങ്ങളും കേട്ടോ. റോജറിനും റിച്ചാർഡിനും ഒക്കെ ഹെയർ കട്ട്, അത് താടി സെറ്റ് ചെയ്തതൊക്കെ റിച്ചാർഡ് ഇട്ടിട്ട് പറയുന്ന കാര്യമാണ്. കാരണം റിച്ചാർഡിൻ്റെ താടി മുടി എല്ലാം തിന്നാണ്. അതൊക്കെ മാക്സിമം എത്ര നന്നാക്കാം അത്രയും നന്നാക്കിയിട്ടാണ് അവർ വിടുക. അതാണ് നിങ്ങളും ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞില്ലേ എത്ര ഭംഗിയുണ്ട് റിച്ചാർഡിന് ഇപ്പോൾ കാണാൻ. അപ്പോൾ നിങ്ങളങ്ങനെ കമൻസ് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നമ്മളുടെ ഗ്ലാംസിന് തന്നെയാണ് കേട്ടോ. അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അവൻ പറഞ്ഞു, മമ്മി ഇനിയൊരു ഹെയർ കട്ട് എന്ത് കാര്യത്തിനും ഞാൻ ഇവിടെ വരുള്ളൂ. കാരണം നമ്മുടെ മനസ്സറിഞ്ഞിട്ടാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അവിടെയുള്ള സ്റ്റാഫിന് അത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനും അതനുസരിച്ച് അവർ ചെയ്തു തരാനും ഒക്കെ അത് ഇട്ടിട്ട് പറഞ്ഞൊരു കാര്യമാണ്. റോജറും അതെ റിച്ചാർഡും അതെ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ നമ്മൾ ഇത് ഗിൽഡനെ കൊണ്ടുപോയിട്ട് ആക്കിയതിന് ശേഷമില്ലേ, ഞാനും റിച്ചാർഡും കൂടി കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 കടകളിലൊക്കെ പോയി. നമ്മുടെ റൂബി കുഞ്ഞിൻ്റെ പെറ്റിൻ്റെ ഫുഡിൻ്റെ ആ ഒരു സ്ഥലത്തുമൊക്കെ പോയി. ഷോപ്പ് ആൻഡ് സേവ് അങ്ങനെ പല സ്ഥലങ്ങളിലും കയറി, സോൾട്ടിൽ കയറി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളതൊക്കെ എടുത്തിട്ടാണ് ഈ വന്നേക്കണത് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ രാത്രി ചായ ഇട്ടത് കേട്ടോ. രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ചായ ഇട്ടത്. പോയി വന്നു കഴിഞ്ഞ് ചായ ഇട്ട് പപ്പക്കും കൊടുത്ത് ഞങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ സാധനങ്ങൾ മേടിച്ചതൊക്കെ ഒന്നെടുത്ത് നോക്കി കേട്ടോ. അപ്പം നമ്മുടെ റൂബി കുഞ്ഞിനുള്ള പെറ്റ് ഫുഡിൻ്റെ ആ കടയിൽ പോകാൻ വേണ്ടിയിട്ട്, അത് വേറെ സ്ഥലത്താണ്, എന്നിട്ട് പോലും അവൻ ഇരുട്ടത്ത് മഴയുമായിരുന്നു. അവിടം വരെ പോയി ഈ ജെർക്കിയും അവളുടെ ഹെയർ വരാനുള്ള ആ ഒരു ബ്രഷൊക്കെ മേടിച്ചിട്ട്, അപ്പോൾ അത് വാരി കഴിഞ്ഞിട്ട് ഹെയർ ഇങ്ങനെ തള്ളി താഴത്തേക്ക് ഇടാനും പറ്റും. അപ്പോൾ ആ ടൈപ്പ് ഒരു ഹെയർ ബ്രഷൊക്കെ മേടിച്ച് പിന്നെ എവിടെ പോയാലും റിച്ചാർഡ് കാറ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് 2-3 എടുക്കാതെ നിവർത്തിയില്ല അവന്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് 2 എണ്ണം ആ കാറ് ഷോപ്പ് ആൻഡ് സേവിൽ നിന്ന്. അപ്പോൾ ഷോപ്പ് ആൻഡ് സേവിൽ നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ആ ഗിഫ്റ്റിൻ്റെത് നമ്മൾ പാക്ക് ചെയ്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ അവൻ്റെ കാറാണ് അവന് ഏറ്റവും സന്തോഷം തരുന്നത്. അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് കാറാണ് അവൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് 2 ടർക്കി സോൾട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് മുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും പിന്നെ ഇതായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന പെർഫ്യൂം. അത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ ബ്രാൻഡൊന്നും കാണുന്നില്ല. വിലയുണ്ട്, ഒരുവിധം 8000-ൻ്റെ അടുത്ത് വിലയുണ്ടായിരുന്നു ഈ പെർഫ്യൂമിന്. അങ്ങനെ അതവിടെ നിന്ന് തന്നെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് അവരുടെ ബാത്റൂമിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ബക്കറ്റുകൾ, നമ്മൾ പഴയതൊക്കെ നമ്മൾ ഉപയോഗിച്ചത് തന്നെ കുട്ടി വരുമ്പോൾ ഉപയോഗിക്കുന്നതിനോട് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പില്ല. നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയല്ല, അവൾക്ക് ഫ്രഷായിട്ട് തന്നെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ എല്ലാ സാധനങ്ങളും തന്നെ അവിടെ പുതിയതാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ റിച്ചാർഡ് അവന് നൂഡിൽസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവരും പറയും നൂഡിൽസ് കൊള്ളില്ല. അതെല്ലാവരും പറയുന്നതും നമുക്ക് അറിയുന്നതുമാണ്. പക്ഷേ അവനത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞല്ലല്ലോ, അവന് നമ്മളെക്കാളും അറിവുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിന്. നമുക്കൊന്നും പറയാനില്ല, അവൻ തന്നെ അതൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബാത്റൂമിൽ വെക്കാനുള്ള ബ്രഷുകൾ, പിന്നെ അത് മഗ്ഗെല്ലാം ഞാൻ നേരത്തെ മേടിച്ചത് ഉണ്ടായിരുന്നു. ഒരു ബക്കറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ ബക്കറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. അപ്പോൾ അതൊക്കെയാണ് റിച്ചാർഡ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈപ്പ് ചെയ്തിടണം. അപ്പോൾ പെട്ടെന്ന് കുളിമുറി ഉണങ്ങുകയും ചെയ്യും, പായൽ പിടിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒന്നായി നോക്കി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് റിച്ചാർഡ് മുകളിലേക്ക് പോകാൻ പോകണേണ് കേട്ടോ. ഏത് വേണം കുഞ്ഞിനേത് വേണം? ഏതാണ് വേണ്ടത് കുഞ്ഞിന്? ഇതിലേതാ വേണ്ടത് കുഞ്ഞിന്? ഇവിടെ കൊച്ചിനെ ഏറ്റവും ഇഷ്ടം ഏതാ? ഇത് മതിയാ കുഞ്ഞിക്ക്?
ഇത് മതിയാ കുഞ്ഞിക്ക്. അങ്ങനെ റൂബിക്ക് അത് പൊട്ടിച്ചോരെന്നൊക്കെ കൊടുത്ത് അവളെ ഹാപ്പിയാക്കി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതേ സൂപ്പിൻ്റെ പാക്കറ്റൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ അതൊക്കെ എപ്പോഴും എടുത്തെന്ന് പോലും ഞാൻ കണ്ടില്ല. റിച്ചാർഡ് ഓരോന്നോരോന്നേ പെറുക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാനൽ സ്മാർട്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ ലിസ്റ്റുകൾ കയറ്റണമല്ലോ, അപ്പോൾ അതാണ് ഇപ്പോൾ റിച്ചാർഡ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിച്ചാർഡ് ഭയങ്കര ഇഷ്ടം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൂബി കുഞ്ഞ് നോക്കിയിരിക്കണുണ്ട്, എന്ത് ക്യൂട്ടായിട്ടാണല്ലേ അവൾ നോക്കിയിരിക്കണത്. അപ്പോൾ അതേ ഈ സ്പ്രിങ്കിൾസ് 2 എണ്ണമൊക്കെ ഉണ്ടെന്നുള്ളതും ഞാൻ കണ്ടതേ ഇല്ല, ഞാൻ ഒരെണ്ണം കണ്ടത്. അപ്പോൾ അവൻ മമ്മി ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പാനൽ സ്മാർട്ടിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കിടക്കാനായിട്ട് വന്ന് റൂബിക്കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞ് പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ നമ്മുടെ റോജർ എത്തി. ആരാണ് എടപാട വരുവാ, തുറക്കുവാ. അവൻ്റെ ബാഗൊക്കെ എടുക്കണ്ടേ. റൂബിനെ നോക്കണേ. തത്തമ്മോ തത്തമ്മോ ആരാണ് വന്ന? ചേട്ടൻ വന്ന, ചേട്ടൻ വന്ന, ചേട്ടൻ വന്ന കുഞ്ഞിൻ്റെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ചേട്ടൻ വന്നേ, കൊച്ചിന്റെ ചേട്ടൻ വന്നേക്കണേ. മഴയത്തുനിന്ന് ഇങ്ങോട്ട് വാ. മഴ മഴ മഴ. റോജറങ്ങനെ സൈലായിട്ടൊക്കെ വരുള്ളു. കാത് കുത്തിയില്ല. എടാ ഇവൻ സോൾട്ടില്ല, യൂണിഫോമാണ്. അച്ചുടി മുത്തച്ചി എടാ താഴ്ത്തു വീടോടാ, അവിടെ ഇരിക്കുന്നു. മുത്തച്ചിക്ക് കറങ്ങി കളിക്കണോടാ. ആ കുഞ്ഞവിടെ ഇരിക്കും, കുഞ്ഞവിടെ ഇരിക്കും. അച്ചുടി ഓ ചേട്ടൻ വന്നപ്പോ കൊച്ചനെ പോയിച്ചത്, കൊച്ചനെ പോയിച്ചത് ചേട്ടൻ ചോദിക്കുന്നു. കൊറേ നാളായില്ലാന്ന് കൊച്ചിനെ കണ്ടിട്ട്. എവിടെ പോയിച്ചെന്ന് കുഞ്ഞ്? കൊച്ചു ബാംഗ്ലൂർ പോയതാ, ഇപ്പൊ വന്നതാ. കൊച്ചിപ്പ വന്നതാടാ. ഭയങ്കര പൂട. എടാ 1.5 മാസം ഇടാ പൂട ഒഴിച്ചില്. പപ്പയില്ല, പപ്പ കടയിൽ പോയി. ഇതേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. 10 വരെ കൊച്ചിരിക്കണേന്ന് സെറ്റിരിക്കണേ. കൊച്ചി സെറ്റായി അവിടെ, കൊച്ചു സെറ്റായടാ. വേണ്ട എന്നെ കട്ടൻ കാപ്പി എടുക്കാൻ ഞാൻ. വലിയ കാര്യത്തിലിരിക്കണേട്ടോ, ഭയങ്കര ഇതായിട്ടിരിക്കണേ കേട്ടോ, വലിയ ഇതായിട്ടിരിക്കണേ. സ്നേഹം സ്വീകരിച്ചിരിക്കണ മുഖമാണ്. വല്ലപ്പനാണ് കുഞ്ഞ് ഇരിക്കണേടെ കൂടെ. ഇരിക്കണേ കൊച്ചു കൂടെ. നോക്കണേണ് ഇനി ചെക്കിങ്ങാണ് കൊച്ച്. ഇനി കൊച്ച് ദൂരെ നിന്ന് നോക്കണേണ്. ഇത്തരം നേരമൊക്കെ മുഖം കാണാൻ പറ്റിയിട്ടില്ല, അപ്പൊ ദൂരെ നിന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ തന്നെ അത് മറിഞ്ഞുപോയി. തൊട്ടപ്പോ തന്നെ ആ പാല് അങ്ങനെ ഫുൾ ഗ്ലാസ് മറിഞ്ഞുപോയി. പാവട്ട റിച്ചാർഡ് എന്തൊരു സന്തോഷം എന്നറിയാം. ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഒന്നാമത് റയനും ഇല്ലല്ല. അപ്പം ഇവനാണെങ്കിൽ നേരത്തെ വരാനും പറ്റിയില്ല. അത് കുഴപ്പമില്ല. അന്ന്
പപ്പ സാധനങ്ങൾ മേടിക്കാൻ പോണ സമയത്ത് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞു പപ്പ കാറും കൊണ്ട് പോകും, 10-15 കിലോ സാധനങ്ങളുണ്ട്, ഇപ്പോൾ 2 കിലോ വെച്ചിട്ട് കുറേ സാധനങ്ങളുണ്ട്, അപ്പോൾ അത് ആകുമ്പോൾ 10-15 കിലോ സാധനം ആകൂലേ, അതെങ്ങനെ ബൈക്കിൽ കൊണ്ടുവരണത്, ഒന്നാമത് മഴ, പിന്നെ മുട്ടയൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടിപ്പോയാലാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ആൾ ബൈക്കിൽ തന്നെ പോയി സാധനം കൊണ്ടുവന്നത് നിർബന്ധമാണ്. നമ്മൾ കാറിൽ പോകാൻ പറഞ്ഞാൽ പപ്പ ബൈക്കിൽ തന്നെ പോകും. അപ്പം അങ്ങനെ പോയി വന്നു കഴിഞ്ഞപ്പോൾ വലിയ മഴ ഉണ്ടായിരുന്നില്ല, കുഴപ്പം കൂടാതെ എത്തി. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷാജി അത് വെട്ടി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു ഈ തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ അത് വറുത്ത് കറി വെച്ച്, കാരണം റോജറിന് മീൻ ഇഷ്ടമാണല്ലോ, അപ്പോൾ അങ്ങനെ മീനാണ് അവിടെ കിട്ടാത്തത്. അപ്പോൾ അതൊക്കെ കറി വെച്ച്. അപ്പോൾ റോജർ പറഞ്ഞു വറുത്തതൊന്നും ഞാൻ തിന്നണില്ല, അവനിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യണോണ്ട് തന്നെ കൊഴുപ്പ് സംഭവങ്ങളൊക്കെ ഉപേക്ഷിച്ചേക്കണേണ്, എങ്കിലും കരിമീൻ വറുത്ത് കഴിക്കുന്നതാണ് ഇഷ്ടം, നല്ല ടേസ്റ്റ്, അതുകൊണ്ട് ഇത്തിരി വറുക്കുകയും ചെയ്ത് ബാക്കി കറിയൊക്കെ വെച്ച് പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് കറിയൊക്കെ വെച്ച് അങ്ങനെ റോജറിനെ കൂടി കുറേ അധികം നേരെ ഇരുന്ന് സംസാരിച്ച് അവനങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ ലേറ്റായിട്ടായിരുന്നു കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ റിച്ചാർഡ് റോജറിനെ കൊണ്ടുപോയി ഇടാ എൻ്റെ പുതിയ കാറിൻ്റെ കളക്ഷൻ, പുതിയ കാറിൻ്റെ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയി കാണിച്ചിട്ടാണ്. അപ്പോൾ പുതിയ സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ച് എല്ലാം ഇതാണ് പുതിയ സ്റ്റാൻഡ്. അപ്പോൾ അതിലെല്ലാം ഇതുപോലെ ക്ലിംഗ് റാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അക്രലിക് ആയിട്ടുള്ള ആ ഒരു ഷീറ്റ് മേടിച്ചിട്ട്, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മേടിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ നമുക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇത് കൂടാതെ ഒരുപാട് കാറുകൾ ഇതിൽ കുത്തി കയറ്റി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി കാറുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അതിൻ്റെ സൈസെല്ലാം വേറേതായതുകൊണ്ട് അതിലേക്കൊന്നും കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കുറേ അധികം കാറുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ മീതെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് അതെല്ലാം ഇങ്ങനെ കാണാതെ കിടക്കണേണ്. അപ്പോൾ ഇവൻ വിളിച്ചിട്ട് ഇത് കാണിക്കണേണ്, ഇത്രയും കാറുകളൊക്കെ ഇതിനകത്ത് വേറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ റോജനൊക്കെ വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കണേണ് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം വ്യാഴാഴ്ചയാണ് നമുക്ക് ഫേഷ്യൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫേഷ്യൽ ചെയ്യുമ്പോൾ 2 ദിവസം മുൻപേ ആയിരിക്കണം, അതിനുശേഷം അതൊന്ന് റെഡിയായി വന്നിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടത്. തലേദിവസമൊക്കെ ഫേഷ്യൽ ചെയ്താൽ ശരിയാവില്ല, അതുകൊണ്ട് 2 ദിവസം മുന്നേ നമ്മൾ വ്യാഴാഴ്ചയാണ് ഫേഷ്യൽ ചെയ്യാൻ പോയത്. അപ്പോൾ കുട്ടികൾ അവർ രണ്ടുപേരും കൂടി പോയി ഗ്ലാംസിൽ പോയി ചെയ്ത്, ഞാൻ വേറെ ഒരു ബ്യൂട്ടി പാർലറിൽ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ വീട്ടിൽ നിന്ന് അതേ വേഷത്തിൽ തന്നെ ഓടിപ്പോകുന്നതാണ് കേട്ടോ. നേരമൊന്നും കിട്ടിയിട്ടുണ്ടാകുന്നില്ല. നമ്മൾ മീൻ കറിയൊക്കെ വെച്ച് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ടൊക്കെയാണ് ആ രൂപത്തിൽ തന്നെ ഓടി, കാരണം അവിടെ 2:30 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടിപ്പോയി അതൊക്കെ ചെയ്തിട്ട് വന്നിട്ടാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വൈകുന്നേരം നമ്മുടെ റോജർ നടക്കാനല്ല ഓടാൻ വേണ്ടി പോകണതാണ്, കാരണം അവൻ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിലും പള്ളി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ കറക്റ്റായി ഞായറാഴ്ച പള്ളിയിൽ പോകും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വളരെ പങ്ക്ച്വലായിട്ട് റോജർ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അതിന് നമ്മുടെ റിച്ചാർഡ് 100-ൽ 100 മാർക്ക് റോജറിന് കൊടുക്കാറുണ്ട്. റോജറിന് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും അവൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കും. അങ്ങനെയാണ് റോജറിൻ്റെ സ്വഭാവം. അപ്പോൾ അവന് ഓടാൻ വേണ്ടി പോകണേണ്. അപ്പോൾ റിച്ചാർഡിനും പുറത്ത് പോകാനുണ്ടായിരുന്നു. റിച്ചാർഡും ഒക്കെ പോയിട്ടൊക്കെ വന്ന്, അങ്ങനെ രണ്ടാളും വന്ന് പോയിട്ടൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടന്നേ കാലൊക്കെ അങ്ങോട്ട് തളരാൻ തുടങ്ങി. എൻ്റെ ഒത്തിരി നടപ്പെന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തിട്ട് അത് ഇങ്ങോട്ട് വന്നേന്ന് എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാലൊക്കെ കഴക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും റോജർ കാല് എനിക്ക് മസാജ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ റോജറും റിച്ചാർഡും റയനും എല്ലാവരും, പപ്പയും അതേട്ടാ, നമുക്ക് കാലുവേദന കൈവേദന എന്ന് പറഞ്ഞാൽ വേഗം മസാജൊക്കെ ചെയ്ത് തരും, തടകിയൊക്കെ തരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പപ്പയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടയർഡായിട്ട് കിടക്കുന്ന സീനാണ് കേട്ടോ അത്. പപ്പ എന്തോ ഒരു ഓട്ടമാണ് പപ്പക്കുള്ളത്. അപ്പോൾ അങ്ങനെ പപ്പ ഭയങ്കരമായിട്ട് ടയർഡായിട്ട് കിടക്കണേണ്. അതാണ് അവിടെ തന്നെ കിടക്കണം. അപ്പോൾ ഞങ്ങളുടെ സംസാരവും കേൾക്കുക, ആൾ റെസ്റ്റും ചെയ്യാമല്ല, അതുകൊണ്ടാണ് അവിടെ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇത്രയാണെന്നുള്ള വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് വീണ്ടും കാണാം. താങ്ക്